സുതാര്യമായി നേരത്തെ കൈകാര്യം ചെയ്തപ്പോൾ വേണ്ടത്ര പണം കൊടുക്കുന്നില്ല, സഹായം കൊടുക്കുന്നില്ല എന്നുള്ള പരാതി. എന്തെങ്കിലും മാറ്റം വരുന്നില്ല. ആർക്കാ? ഓൺലൈനിൽ അല്ലാതെ പേപ്പറിൽ എഴുതി കൊടുക്കുന്ന അപേക്ഷ സ്വീകരിക്കുമെന്ന് പറയുന്നു. ആർക്കാ ചികിത്സാ സഹായം? അതൊക്കെ ആ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് കൊടുക്കാനുള്ള അധികാരമുണ്ട്. അത് നേരത്തെ നിലവിലുള്ള ഒരു ഫോമിൽ വില്ലേജ് ഓഫീസർ സൈൻ ചെയ്ത്, ചികിത്സിക്കുന്ന ഡോക്ടർ സൈൻ ചെയ്ത്, പ്രോപ്പറായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് വന്നാൽ ചിലപ്പോൾ ചെയ്യേണ്ടി വരും. മറ്റത് ചിലത് എല്ലാം ഓൺലൈനിലായിരുന്നു. ചില കേസ് അർജൻറ്റായിട്ട് ചെയ്യേണ്ടി വരും. ഓൺലൈനിൽ ഒരു അപേക്ഷ കൊടുത്താൽ ചിലപ്പോൾ 1 കൊല്ലമൊക്കെ പിടിക്കും കിട്ടാൻ വേണ്ടിയിട്ട്. ചില കേസ് അർജൻറ്റായിട്ടുള്ള സർജറി നടത്തേണ്ട കേസ്, ട്രാൻസ്പ്ലാന്റ് നടത്തേണ്ട കേസ്, അങ്ങനെയാണ്. പേപ്പറിൽ മറ്റേ പണ്ട് ഏതോ സർക്കാരിലൊരു മന്ത്രി മറ്റേ സിഗരറ്റിൻ്റെ കൂടിൽ എഴുതി കൊടുത്ത പോലെ ഒന്നും ഞാൻ ചെയ്യില്ല. അത് തെറ്റായ അപേക്ഷ. ക്യാബിനറ്റിൽ വന്നിട്ടില്ല, അടുത്ത ആഴ്ചത്തെ ക്യാബിനറ്റിൽ വരും. അതല്ല, മിക്കവാറും സ്റ്റാഫെല്ലാം ആയി, വല്ല 1-2 സ്ഥലത്തൊക്കെ ആയിരിക്കുള്ളൂ. അത് പരിശോധിച്ച് ചെയ്യും. അത് പരിശോധിച്ച് ചെയ്യും. അല്ല, നിങ്ങൾ തന്നെ ഇത് കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ. SIT റിപ്പോർട്ടിനെ സംബന്ധിച്ച ഈ കാര്യം ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ എത്തിയിട്ടില്ലല്ലോ. DGPയുടെ മുമ്പിലല്ലേ എത്തിയിട്ടില്ല. DGPയുടെ മുമ്പിലിരിക്കുന്ന ഒരു കാര്യത്തിന് ആഭ്യന്തരമന്ത്രി എങ്ങനെ തീരുമാനം എടുക്കുന്നത്, മുഖ്യമന്ത്രി എങ്ങനെ തീരുമാനം എടുക്കുന്നത്? അവിടുന്ന് റിപ്പോർട്ട് വരണം. നിങ്ങൾക്ക് പല ആളുകൾക്കും പല ധൃതി ഉണ്ടാവും, പല കാരണങ്ങളുടെ പുറത്ത്. ഞങ്ങളുടെ മുമ്പിൽ SIT രൂപീകരിച്ച് SIT അവർ റിപ്പോർട്ട് ചെയ്യേണ്ടത് ഹോം മിനിസ്റ്റർക്ക്, മുഖ്യമന്ത്രിക്കല്ല, അവർ DGPക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. DGP അത് പരിശോധിച്ച് അതിൻ്റെ പരിശോധന നടത്തി വേണ്ട കാര്യങ്ങൾ ആഭ്യന്തരമന്ത്രിയെയും മുഖ്യമന്ത്രിയെയും അറിയിക്കും. അപ്പോൾ നമ്മൾ നടപടിയെടുക്കും. ഇതൊക്കെ ഓരോ വാർത്തകളാണ്, ഓരോ ദിവസത്തെ രാവിലത്തെ ഉണ്ടാക്കുന്ന ഓരോ വാർത്തകളാണ്. എന്ത് പ്രസക്തിയാണ് ആ വാർത്തയ്ക്കുള്ളത്? അത് നിങ്ങൾ തന്നെ അങ്ങ് തീരുമാനിക്കുമല്ലേ. നിങ്ങൾ തന്നെ നിങ്ങളുടെ ലീഡായിട്ട് നിങ്ങൾ എഴുതുന്ന സാധനത്തിന് ഞാനെന്തിനാ മറുപടി പറയണേ? ഞങ്ങൾക്കൊരു പ്രൊസീജിയർ ഉണ്ട്. SIT അന്വേഷിക്കുന്ന കാര്യത്തിൽ SITയിലെ ഉദ്യോഗസ്ഥനെ ആഭ്യന്തരമന്ത്രിക്ക് വിളിച്ചു വരുത്തിയിട്ട് ആ റിപ്പോർട്ടും കൊടുത്താൽ എനിക്ക് ഇപ്പം തന്നെ നടപടി എടുക്കണം, കാരണം ഏഷ്യാനെറ്റിൽ വാർത്ത വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റുമോ? നടപടി എടുക്കാൻ പറ്റുമോ? അയാൾ കോടതി പോവും. അങ്ങനെ ഒരാൾക്കെതിരെ നടപടി എടുത്താൽ ആൾ കോടതി പോവും. ഞാൻ ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞത് അജിത ചോദിച്ചുകൊണ്ട് പറഞ്ഞതാണ്. അതിൽ ഞാൻ പറയും, എല്ലാവരും വാർത്താ മാധ്യമങ്ങളിലെ വാർത്ത കണ്ടിട്ട് SIT ഉദ്യോഗസ്ഥനോട് വിളിച്ച് ആഭ്യന്തരമന്ത്രിക്ക് റിപ്പോർട്ട് ചോദിക്കാൻ പറ്റുമോ? ദർ ഈസ് എ പ്രൊസീജിയർ. ആ പ്രൊസീജിയർ ഫോളോ ചെയ്യാതെ നടപടി എടുക്കുകയോ നടപടി എടുക്കാതിരിക്കുകയോ രണ്ട് ചെയ്താലും ഇപ്പോഴുള്ള കാലത്ത് ആളുകൾ കോടതി പോകുമ്പോൾ നിങ്ങൾ വിമർശിക്കും, നടപടിക്രമം പൂർത്തിയാക്കാതെ നടപടി എടുത്തു, ആൾ കോടതിയിൽ പോയി സ്റ്റേ ചെയ്തെന്ന് ഇതേ റിപ്പോർട്ട് ചെയ്ത ആളുകൾ വേറെ വാർത്ത കൊടുക്കും. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അലംഭാവം, സർക്കാർ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല, നടപടിക്രമങ്ങൾ പാലിക്കാതെ നടപടിയെടുത്തു, അപ്പോഴും ഒരു വാർത്ത കൊടുക്കുക. ഇതൊക്കെ വാർത്തയ്ക്ക് വേണ്ടിയുള്ള വാർത്തകളാണ്. ഗവൺമെൻറ്റിനെ ഉണ്ടല്ലേ, ഞാൻ ഒരു കാര്യത്തിന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, അങ്ങ് എപ്പോഴും കയറി ഇങ്ങനെ ബഹളം ഉണ്ടാക്കല്ലേ, ദേശാഭിമാനിയാണെന്ന് ഓർത്ത്. ഞാൻ പറഞ്ഞത് ഒരു പ്രൊസീജിയർ ഉണ്ട്, ഒരു പ്രൊസീജിയർ ഫോർമാലിറ്റി ഉണ്ട് ഇല്ലേ ഏത് സർക്കാരിനും. ആ പ്രൊസീജിയർ ഫോർമാലിറ്റി പൂർത്തിയാക്കാതെ നമുക്കൊരു നടപടി എടുക്കാൻ പറ്റില്ല. അത് നിങ്ങളിത് അറിയാത്ത റിപ്പോർട്ടർമാരാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. നമ്മളിത് കണ്ട് ഞാൻ പറഞ്ഞല്ല, എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര വിഷമം തോന്നി. ഇപ്പം ഞാൻ ആസ്വദിക്കുകയാണ് ഈ വാർത്തകൾ കണ്ടിട്ട്. ഇതുപോലത്തെ വാർത്തകൾ ചെയ്യാൻ പറ്റുമോ? നിങ്ങളെ പറ. ഞാനിപ്പോൾ അങ്ങോട്ടും ചോദ്യം ചോദിക്കാൻ ചെയ്യാൻ പറ്റുമോ? നടപടി എടുക്കാൻ പറ്റുമോ?